ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഭഗവാനെ നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു ചിങ്ങമാസം കൂടി പിറക്കാൻ പോവുകയാണ്. മറ്റൊരാണ്ടുപിറപ്പ് തിരുച്ചിങ്ങം 1-ാം തീയതി കൂടി കടന്നു വരാൻ പോവുകയാണ്. വരുന്ന തിങ്കളാഴ്ച കൃത്യം ആഗസ്റ്റ് 17-ാം തീയതിയാണ് ചിങ്ങം 1-ാം തീയതി. ഇനി ഏകദേശം ഒരാഴ്ച മാത്രം ചിങ്ങം 1-ലേക്ക് ദൂരം. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയുകയാണ്, നിങ്ങളെല്ലാവരും ചിങ്ങം പിറക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ. സകല ജീവിതത്തിലെ മൂദേവി ദുരിതങ്ങളും ഒഴിഞ്ഞു പോകും. ആ വീട് രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും. വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യ സൗഭാഗ്യങ്ങളും വരും. എല്ലാ ദുഃഖ ദുരിതങ്ങളും വീട് വിട്ടൊഴിഞ്ഞ് പോവുകയും ചെയ്യുന്നതാണ്. 7 ഏറ്റവും ശക്തിയുള്ള, നമ്മുടെ വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്ന, നമ്മുടെ ജീവിതത്തിൽ വിജയവും സമൃദ്ധിയും കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 7 കാര്യവും നിങ്ങൾ കേട്ടു നോക്കൂ. ഇതിൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ. ആ വീട് രക്ഷപ്പെടും. ആ വീട്ടിൽ എല്ലാ ഐശ്വര്യങ്ങളും വരും. സർവ്വ ഐശ്വര്യത്തിൻ്റെതായി മാറും. 1202-ാം ആണ്ട് കൊല്ലവർഷം എന്ന് പറയുന്നത്, അതായത് ഈ ചിങ്ങം മുതൽ അടുത്ത വർഷം കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കുക. പറ്റുന്ന 2 കാര്യം വീട്ടിൽ ചെയ്യുക. ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. ചെയ്താൽ അതിൻ്റേതായ ഗുണം നിങ്ങളുടെ വീടിന് കിട്ടുന്ന കാര്യമാണ്. ഭഗവാനെ സാക്ഷി നിർത്തി, എൻ്റെ അമ്മ മഹാലക്ഷ്മിയെ സാക്ഷി നിർത്തി പറയുന്നു, ചെയ്യുന്നവരുടെ വീട് രക്ഷപ്പെട്ടിരിക്കും, അച്ചിട്ടാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ആ 7 കാര്യങ്ങളും പറയാം, കേട്ടു നോക്കൂ. ഇതിൽ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവതീ ഭാവത്തിലുള്ള ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ ഈ ചിങ്ങം 1-ാം തീയതിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പോകണം കേട്ടോ. പോകുന്ന സമയത്ത് നല്ല ഒരു കതിർക്കുല, ലക്ഷണമൊത്ത ഒരു കതിർക്കുല നോക്കി വാങ്ങി ആ കതിർക്കുലയായിട്ട് വേണം പോകാനെന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ കൊടുത്ത് ആ കതിർക്കുല ഭഗവതിയുടെ നടക്കൽ അല്ലെങ്കിൽ ഭഗവാന്റെ നടക്കൽ വെച്ച് പൂജിച്ച് വാങ്ങിക്കണം. അവിടുത്തെ തിരുമേനിയെ കൊണ്ട് വാങ്ങി ആ കതിർക്കുല കൊണ്ടുവന്ന് ചിങ്ങം 1-ാം തീയതിക്ക് മുമ്പ്, കർക്കിടകം തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം, അല്ലെ കർക്കിടക തലേന്നായാലും മതി, അതായത് ചിങ്ങം പിറക്കുന്നതിൻ്റെ തലേ ദിവസം ആയാലും മതി, ആ ഒരു ചിങ്ങത്തലേന്ന് ദിവസം, ആ കർക്കിടകത്തിൻ്റെ അവസാനത്തെ ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് വീടിൻ്റെ മുൻഭാഗത്ത്, വീടിൻ്റെ ഉമ്മറത്ത് അത് തൂക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം കാണുന്ന രീതിയിൽ പൂജിച്ചു കൊണ്ടുവന്ന്, അത് വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അല്ലെ നാരായണ ഭാവത്തിലുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലോ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കാം. വാങ്ങിച്ചു കൊണ്ടുവന്ന് വീടിൻ്റെ തിരുമുമ്പിൽ തൂക്കുക. ഈ ഒരു ചിങ്ങപ്പുലരിയിൽ, കൊല്ലവർഷം 1202 ചിങ്ങം 1-ാം തീയതി രാവിലെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പം ഈ ഒരു കതിർക്കുല വീടിൻ്റെ മുന്നിൽ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ലക്ഷണമായി തൂങ്ങണം എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമായിരിക്കും കേട്ടോ. ഒരു വർഷത്തെ ഫലവ. ഒരുപാട് പേര് ഇത് വർഷാവർഷം മുടങ്ങാതെ അമ്പലത്തിൽ പൂജിച്ച് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ, ആ വീടുകൾക്കൊക്കെ അതിൻ്റേതായ ഉയർച്ച ഐശ്വര്യവും കിട്ടാനുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ചിങ്ങം 1-ാം തീയതി കതിർക്കുല വീട്ടിൽ തൂക്കി ആ ഒരു കതിർക്കുല കണ്ടുകൊണ്ട് ദിവസം ആരംഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വർഷം മുഴുവൻ ഐശ്വര്യം വിളങ്ങും എന്നുള്ളതാണ്. ഒരു രീതിയിലും ഈശ്വരൻ വലയ്ക്കത്തില്ല. എല്ലാം കൊണ്ടും ഐശ്വര്യവും സമൃദ്ധിയും ആ വീട്ടിൽ വിളങ്ങും. സകല മൂദേവിയും ഒഴിഞ്ഞു പോകും. ആ വീടിൻ്റെ ഐശ്വര്യ തിലകമായി ആ കതിർക്കുല മാറുകയും ചെയ്യുന്നതാണ്. ഇതാണ് 1-ാമതായിട്ട് ചെയ്യേണ്ട കാര്യം. പറ്റുന്ന എല്ലാവരും ചെയ്തു നോക്കൂ. ചിലപ്പോൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരാനായിട്ടൊരു നിമിത്തമായതായിരിക്കും. ഭഗവാനായിരിക്കും എന്നെക്കൊണ്ട് പറയിച്ചത്. ഇക്കൊല്ലം നിങ്ങളിതൊന്ന് ചെയ്യുക. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടിയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം ഒന്ന് നോക്കുക. ആ അരിപ്പാത്രത്തിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി
ചിങ്ങം 1-ാം തീയതി പിറക്കുമ്പം ആ ഐശ്വര്യമായിട്ട് വീട്ടിലെ മഹാലക്ഷ്മി മൂലസ്ഥാനമായ വീട്ടിലെ ആ അരിപ്പാത്രം തുടച്ച് മിനുക്കി മഞ്ഞളും കുങ്കുമവും പൊട്ട് തൊട്ട് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉണക്കമഞ്ഞളിൻ്റെ കഷണമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമഞ്ഞളിൻ കഷ്ണം എടുത്ത് അത് നിങ്ങൾക്ക് ഒരു നൂല് കെട്ടി, ഒരു നൂല് കൊണ്ട് ബന്ധിച്ച് കുറച്ച് ഏലക്ക ഒരു പൊതിയാക്കി അതിനോട് ചേർത്ത് കെട്ടി ആ ഏലക്കയും മഞ്ഞളും നിങ്ങളുടെ ആ അരിപ്പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഭദ്രമായി വെക്കണം കേട്ടോ. വീട്ടിലെ എല്ലാ മൂദേവി ഇറങ്ങിപ്പോവും, ആ വീട്ടിൽ മഹാലക്ഷ്മി വാസസ്ഥാനം ഉറപ്പിക്കും, ഐശ്വര്യം ആ വീട്ടിൽ പടിയായി കയറി വരും എന്നുള്ളതാണ്. ഒരുപാട് വീട്ടമ്മമാർ ഇത്തരത്തിൽ ചെയ്യാറുണ്ട്. ചിലർ ഏലക്കയും ഗ്രാമ്പൂവും മഞ്ഞളും വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്നതും ശരിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു കഷ്ണം നല്ലോണം എടുത്ത് ഒരു പൊതിക്കകത്ത് ഒരു 4-5 ഏലക്ക ഇട്ട് ആ പൊതിയും ഈ മഞ്ഞൾ കഷ്ണവും നല്ലോണം ഒരു നൂല് കൊണ്ട് ചുറ്റി അത് അരി ഒന്ന് വകഞ്ഞു മാറ്റി അരിയുടെ അടിഭാഗത്ത് വെച്ചേക്കുക. അതെടുത്ത് കളയാനൊന്നും ഇടവരരുത്. ഒരു വർഷത്തേക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വയ്ക്കുക. ഇപ്പോൾ ഈ ചിങ്ങം പറക്കുന്നതിന് മുമ്പാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ചിങ്ങം പറക്കുന്നത് വരെ നിങ്ങൾക്കത് അത്തരത്തിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് അത്തരത്തിൽ അത് തുടച്ച് വൃത്തിയാക്കി അടുത്ത ചിങ്ങത്തിന് വേറെ വേണമെങ്കിൽ പുതുതായിട്ട് വെക്കുകയും ആവാം എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് അരിപ്പാത്രം നല്ല തുടച്ച് വൃത്തിയാക്കുക. വീട്ടിൽ പ്രസാദം ഇരിപ്പുണ്ടെങ്കിൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ഒരു പൊട്ട അരിപ്പാത്രത്തിന് ചുറ്റും 4 വശവും ഓരോ പൊട്ട് തൊടുക. അരിപ്പാത്രത്തിനകത്ത് അരി വകഞ്ഞു മാറ്റി അരിപ്പാത്രത്തിൻ്റെ അടിയിൽ ഈ പറഞ്ഞ പോലെ മഞ്ഞൾ കഷ്ണവും കുറച്ച് ഏലക്കയും പൊതിഞ്ഞ് ഐശ്വര്യമായിട്ട് വെക്കുക. മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് നമ്മളുടെ വീട്ടിലെ അരിപ്പാത്രം എന്ന് പറയുന്നത്. ആ അരിപ്പാത്രത്തിൽ നമ്മൾ വരുത്തുന്ന ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി മഹാലക്ഷ്മി സാന്നിധ്യം അവിടെ ഉറപ്പിക്കുകയും ഒരു കാലത്തും ആ വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാവാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പറ്റുന്ന എല്ലാവരും ഈ ഒരു കാര്യം അരിപ്പാത്രം തുടച്ച് വൃത്തിയാക്കി വീട്ടിൽ ചെയ്യണം കേട്ടോ. ഏറ്റവും ഐശ്വര്യമായിരിക്കും. വലിയ ചിലവോ കാര്യങ്ങളോ ഉള്ളതല്ല, എല്ലാം നിങ്ങളുടെ വീട്ടിലുള്ളതാണ്. ചെയ്താൽ അതിൻ്റെ ഐശ്വര്യം മഹാലക്ഷ്മി പ്രീതിയായി നിങ്ങളുടെ കുടുംബത്ത് വരികയും ചെയ്യുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഫലവർഗ്ഗങ്ങൾ ഉണ്ടായി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വീട്ടിൽ ഒരു മാവ് കായ്ച്ചു നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു പേരമരം കായ്ച്ചു നിൽപ്പുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പുതുതായി വെച്ച ഒരു തെങ്ങ് കായ്ച്ചു നിൽപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കരിക്കോ ഒരു മാമ്പഴമോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തി നിൽക്കുന്ന ഏതെങ്കിലും ഒരു വൃക്ഷത്തിലുണ്ടായ ഫലമോ ഈ ചിങ്ങം 1-ാം തീയതി അമ്പലത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ നടക്കൽ വെക്കണം കേട്ടോ. അത് ഇന്ന അമ്പലമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് ക്ഷേത്രമാണോ പോകാൻ താല്പര്യമുള്ളത്, നിങ്ങളുടെ കുടുംബക്ഷേത്രമാണെങ്കിൽ അങ്ങനെ, വീട്ടിനടുത്തുള്ള അമ്പലമാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ദേവതയുടെ ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ കൊണ്ടുപോകാം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ ഏറെ വിശേഷമാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ പിടിച്ചു നിൽക്കുന്ന, നിങ്ങളുടെ മണ്ണിൽ ഊന്നി നിൽക്കുന്ന, നിങ്ങളുടെ മണ്ണിൽ തളിരിട്ട് നിൽക്കുന്ന ഫലവൃക്ഷത്തിലുണ്ടായ ഫലം, അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കരിക്ക് കൊണ്ടുപോകാം, മാമ്പഴം കൊണ്ടുപോകാം. അതുപോലെ ഏത് ഫലമാണോ ഉള്ളത് അത് ഒന്ന് കൊണ്ടുപോയി ഭഗവാന്റെ നടക്കൽ സമർപ്പിക്കുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ്. ഇനി അങ്ങനെ പറ്റുന്നില്ല, ഫലമായിട്ടില്ല എന്നുണ്ടെങ്കിൽ തുളസി ഉണ്ടാവുമല്ലോ വീട്ടിൽ, തുളസിക്കതിരെടുത്ത് ഒരു കൂടയിലോ ഒരു ഇലയിലോ ആക്കി അത് കൊണ്ടുപോയി നടക്കൽ സമർപ്പിച്ചാലും മതി എന്നുള്ളതാണ്. ചിങ്ങം 1-ാം തീയതി എല്ലാവരും ചെയ്യണം കേട്ടോ. ചിങ്ങം 1-ാം തീയതി എല്ലാവരും ഇത് ചെയ്യണം. ചെയ്യുന്ന വീടുകൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. നിങ്ങൾ ചിലപ്പം കൊണ്ടുപോയി വെക്കുന്നത് ഒരു കരിക്കായിരിക്കും, സമർപ്പിക്കുന്നത് ഒരു കരിക്കായിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് പകരമായി ജഗദീശ്വരൻ്റെ അനുഗ്രഹമായി എത്തുന്നത് സർവ്വ ഐശ്വര്യമായിരിക്കും. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും അതിൻ്റെ ഉയർച്ച കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വർഷത്തെ ചിങ്ങം 1-ാം തീയതി വരുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം ശിവപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങം 1-ാം തീയതി ദിവസം നിങ്ങളുടെ വീട്ടിൽ ശിവചിത്രം അല്ലെങ്കിൽ ശിവരൂപമുണ്ട് എന്നുണ്ടെങ്കിൽ, പൂജാമുറിയിലോ വിളക്ക് വറ്റിക്കുന്നിടത്തോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഐശ്വര്യമായിട്ട് ഒരു കൂവളമാല വാങ്ങി ആ ശിവചിത്രത്തിൽ ചാർത്തി ആ ശിവചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുക. അതിൽ പരമൊരു ഐശ്വര്യം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടാൻ
വേറെ ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ്. വീട്ടിലോ പൂജാമുറിയിലോ ശിവചിത്രം ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൂവളമാല നിങ്ങൾക്കത് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ല, കൂവളം നിങ്ങളുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ കൂവളത്തിലെ പറിച്ച് നിങ്ങൾ തന്നെ നൂലുകൊണ്ട് കെട്ടി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ കൂവളമാല തയ്യാറാക്കി ഭഗവാന്റെ ചിത്രത്തിൽ ചാർത്തി അതിന് മുന്നിൽ തിങ്കളാഴ്ച തിരുച്ചിങ്ങം 1-ാം തീയതി വിളക്ക് വറ്റിക്കൂ. ഒരു വർഷത്തെ ഫലമാണ്. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. വെച്ചടി വെച്ചടി കുതിച്ചുയരും. ദേവന്മാരിൽ ദേവനാണ് മഹാദേവൻ, സർവശക്തൻ പൊന്നുതമ്പുരാൻ മഹാദേവൻ എന്ന് പറയുന്നത്. ആ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകും. ഒരു വർഷം ഒരല്ലലും അലച്ചിലും ഉണ്ടാവില്ല. ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഃഖദോഷ ദുരിതങ്ങളും തീരാൻ ഇതിനേക്കാൾ നല്ലൊരു ഒറ്റമൂലി പരിഹാരം ഈ ഒരു ചിങ്ങം 1-ാം തീയതി ഇല്ല എന്നുള്ളതാണ്. ഒരാഴ്ച മുന്നേ പറയുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക. ഒരു കൂവളമാല വാങ്ങിയോ തയ്യാറാക്കിയോ ഭഗവത് ചിത്രത്തിൽ ചാർത്തി ഓം നമഃശിവായ ചൊല്ലി ആ നിലവിളക്കിന് മുന്നിൽ തൊഴുക. സർവം ഗംഭീരമായി കിട്ടും. ഇതാണ് 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ മാവ് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 12 മാവില ഇറുത്തെടുക്കണം കേട്ടോ. എത്ര മാവിലയാണ്? 12 മാവില. 12 മാവില ഇറുത്ത് ഒരു നൂലിൽ ആ 12 മാവിലയും കോർത്ത് ആ 12 മാവിലകളിലും മഞ്ഞളും കുങ്കുമവും ചാലിച്ച് മധ്യഭാഗത്തായിട്ട് പൊട്ട് തൊട്ട് ആ മഞ്ഞൾ കുങ്കുമ പൊട്ട് തൊട്ട് മാവില തോരണം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ വീടിൻ്റെ കട്ടളയ്ക്ക് കുറുകെ ഈ ചിങ്ങം 1-ാം തീയതി വരവേൽക്കാനായി കെട്ടണം എന്നുള്ളതാണ്. മഹാലക്ഷ്മി പടി കടന്ന് ആ വീട്ടിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും ചൈതന്യമുള്ള കാര്യമാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ചെയ്യണം. 12 നല്ല വൃത്തിയുള്ള, അഴുക്കൊന്നും പറ്റാത്ത, കഴുകി വൃത്തിയാക്കി എടുക്കുന്ന 12 മാവില എടുക്കുക, കീറലൊന്നും ഇല്ലാത്തത്. അത് അതിൻ്റെ മുകൾ ഭാഗം ഇവിടെ ചിത്രത്തിലൊക്കെ കാണിച്ചിട്ടുള്ള കണക്ക് ഒരു നൂലിൽ കോർത്തെടുക്കുക. ആ നൂലിൽ കോർത്തെടുക്കുന്ന 12 മാവില നേരെ ഇട്ട, ഇതുപോലെ തന്നെ നേരെ മറിച്ചൊന്നും ഇടരുത്, 12 എണ്ണവും നേരെ ഇടുക. നേരെ ഇട്ട മാവിലയിൽ മഞ്ഞളും കുങ്കുമവും, വീട്ടിൽ പ്രസാദത്തിലൊക്കെ കൊണ്ടുവന്ന മഞ്ഞൾ കുങ്കുമം അല്ലെ മഞ്ഞൾ അതിനായിട്ട് എടുത്താലും മതി. കുങ്കുമം ഉണ്ടാവുമല്ലോ വീട്ടിലെല്ലാവരുടെയും കയ്യിൽ, അല്ലെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദത്തിൻ്റെ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, അത് ചാലിച്ച് അതിൻ്റെ മധ്യത്തിൽ, മാവിലയുടെ മധ്യത്തിലായിട്ട് ഒരു പൊട്ട് തൊടുക. മഞ്ഞൾ കുങ്കുമം പൊട്ട് തൊടുക. തൊട്ട് തൊടുമ്പം 12 എണ്ണത്തിലും മാവില തൂങ്ങി നിൽക്കും. ആ നിങ്ങൾ ഉപയോഗിക്കുന്ന നൂലിൽ അതിൽ 12 പൊട്ട് തൊട്ട് ആ മഞ്ഞൾ തൊട്ട മാവില തോരണം വീടിൻ്റെ കട്ടളയ്ക്ക് കുറുകെ വാതിലിന് ഫ്രണ്ടിലായിട്ട് ചിങ്ങം 1-ാം തീയതി പുലരിയെ വരവേൽക്കാനായിട്ട് തലേന്നേ കെട്ടിവെക്കുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും. മഹാലക്ഷ്മി അവിടെ വരുമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി ചിങ്ങം 1-ാം തീയതി ആയിട്ട് നമ്മളുടെ വീട് പടി കയറി വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു ഐശ്വര്യം കിട്ടാനുണ്ടോ വേറെ? അതിനേക്കാൾ നല്ലൊരു സൗഭാഗ്യം നമുക്ക് കിട്ടാനുണ്ടോ? അതിനേക്കാൾ നല്ലൊരു അനുഗ്രഹം നമുക്ക് വേറെ കിട്ടാനുണ്ടോ? ഇല്ല. ഭഗവതി വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അത് വീടിന് കുടിലാണ് എന്നുണ്ടെങ്കിലും, ആ താമസിക്കുന്ന വീടൊരു കുടിലാണ് എന്നുണ്ടെങ്കിലും ആ കുടില് കൊട്ടാരമായി മാറും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ്. പറ്റുന്ന എല്ലാവരും ഇത് ചെയ്യുക. ഐശ്വര്യം വന്ന് നിറയും. അടുത്തത് 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളോടാണ്. നിങ്ങളെല്ലാവരും വീട്ടിനടുത്ത് ദേവീക്ഷേത്രമുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ഈ ചിങ്ങം 1-ാം തീയതി പിറക്കുന്നതിന് മുമ്പ്, അല്ലെ ചിങ്ങം 1-ാം തീയതി ആയാലും കുഴപ്പമില്ല, ദേവീക്ഷേത്രത്തിൽ പോയി ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ കുങ്കുമ പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട്. ചിലയിടങ്ങളിൽ കുങ്കുമാർച്ചന എന്ന് പറയും. കുങ്കുമാർച്ചനയ്ക്ക് രസീതാക്കണം കേട്ടോ. നിങ്ങളുടെ പേരും സ്ത്രീകളുടെ തന്നെ പേരും നാളും പറഞ്ഞു കൊടുത്ത് കുങ്കുമാർച്ചന, കുങ്കുമ പുഷ്പാഞ്ജലി, സിന്ദൂര പുഷ്പാഞ്ജലി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടും. കുങ്കുമാർച്ചന എന്നാണ് പൊതുവെ പറയാറ്. കുങ്കുമാർച്ചനയ്ക്ക് രസീതാക്കി കൊടുത്ത് അതിൻ്റെ പ്രസാദം സ്വീകരിക്കണം കേട്ടോ. കുങ്കുമാർച്ചനയ്ക്ക് കുങ്കുമം പൂജിച്ച് ജപിച്ച് നമുക്ക് പ്രസാദമായിട്ട് തരും. ആ കുങ്കുമം നിങ്ങളുടെ താലിയിൽ അണിയണം കേട്ടോ. വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, വിവാഹിതരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരുനെറ്റിയിൽ അണിഞ്ഞാൽ മതി. വിവാഹിതരായിട്ടുള്ള എല്ലാ സ്ത്രീകളും ആ കുങ്കുമ പുഷ്പാഞ്ജലിയുടെ പ്രസാദം ഒരല്പം ചന്ദനവുമായിട്ട് ചാലിച്ചോ കളഭമായിട്ട് ചാലിച്ചോ നിങ്ങളുടെ താലിയിൽ അണിയണം. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് കേട്ടോ. ജീവിതത്തിലെ എല്ലാ ദോഷ തടസ്സങ്ങളും നീങ്ങും. നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘസുമംഗലി യോഗവും
ഐശ്വര്യവും കൈവരും. അത് ചിങ്ങം 1-ാം തീയതി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, തലേന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിങ്ങത്തെ വരവേൽക്കാനായിട്ട് ഈ ആഴ്ച എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കൂ. ഐശ്വര്യം ആ സ്ത്രീയുടെ ജീവിതത്തിൽ വരും. അവർക്ക് മാത്രമല്ല, അവരുടെ ഭർത്താക്കന്മാർക്കും അവരുടെ മക്കൾക്കും ഒക്കെ അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ്. മക്കൾക്കൊക്കെ ഉയർച്ച കിട്ടാനായിട്ട് അമ്മമാർ ചെയ്താൽ മതി. അമ്മയിലെ ആ ചൈതന്യം മക്കൾക്കും ലഭിക്കും എന്നുള്ളതാണ്. ഏറ്റവും സത്യമുള്ള വഴിപാടാണ് ഈ സിന്ദൂര അർച്ചന അല്ലെങ്കിൽ കുങ്കുമാർച്ചന ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വർഷം ആരംഭിക്കുന്ന വർഷപ്പുലരി അല്ലെങ്കിൽ ഈ ഒരു തുടക്ക സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് കർക്കിടക അവസാന രാത്രി ഉണ്ടല്ലോ, അതായത് ഞായറാഴ്ച ദിവസം രാത്രി, ചിങ്ങം 1 പിറക്കുന്നതിൻ്റെ തലേന്ന് രാത്രി എല്ലാവരും ഞാൻ ഈ പറയുന്ന 3 വസ്തുക്കൾ എടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒഴിഞ്ഞ് ഒരല്പം തീ കൂട്ടിയോ അടുപ്പ് കൂട്ടിയോ അതിലിട്ട് കത്തിക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും വീട്ടിൽ വറ്റൽമുളക് ഉണ്ടാവുമല്ലോ, വറ്റൽമുളക് ഒരു 5 കഷ്ണം എടുക്കുക. ഒരു പിടി കല്ലുപ്പ് അതിനകത്തേക്ക് എടുക്കുക. ഒരു പിടി കടുക് എടുക്കുക. ഈ 3 വസ്തുക്കളും ചുരുട്ടി കയ്യിൽ പിടിക്കുക, അല്ലെ ഒരു പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് പൊതിയായി എടുക്കുക. എടുത്തതിന് ശേഷം ഒറ്റ സെറ്റ് മതി. ഇപ്പം വീട്ടിൽ 5 പേരുണ്ട് എന്നുണ്ടെങ്കിൽ 5 പൊതി എടുക്കേണ്ട കാര്യമില്ല, ഒറ്റ പൊതി മതി. വീട്ടിൽ ഇപ്പം 10 പേരുണ്ട് എന്നുണ്ടെങ്കിലും ഒറ്റ പൊതി മതി, 10 പൊതിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പൊതിയായിട്ട് ഈ വസ്തുക്കളെല്ലാം എടുക്കുക. എടുത്തിട്ട് ഈ 3 വസ്തുക്കളും ചുരുട്ടി കയ്യിൽ വെച്ചുകൊണ്ട് വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം, ഗൃഹനാഥനോ ഗൃഹനാഥയോ ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഒരു കാർമ്മികത്വം ഏറ്റെടുത്തുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോയി അങ്ങ് ഒഴിയണം കേട്ടോ. എന്നാ ഒഴിയേണ്ടതെന്ന് ചോദിച്ചാൽ ചിങ്ങം 1-ാം തീയതിയുടെ തലേ ദിവസം, അതായത് 16-ാം തീയതി, ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച ദിവസവും കൂടെ, എല്ലാവരും അവധി ദിവസം ആവുന്നതുകൊണ്ട് വീട്ടിൽ കാണുന്ന ഒരു ദിവസവും കൂടെ. അപ്പം ഞായറാഴ്ച ദിവസം സന്ധ്യ കഴിഞ്ഞ് രാത്രിയിൽ പോയിട്ട് എല്ലാവരെയും ഒന്ന് ഒഴിയണം. ഒഴിയുക എന്ന് പറയുമ്പം ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുക. സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ, ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് എല്ലാവരെയും, വീട്ടിലുള്ള എല്ലാവരെയും പോയി ഒന്ന് അവരോട് നിൽക്കാൻ പറയുക. ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ. ചെയ്യുന്ന ആൾ വൃത്തിയും ശുദ്ധിയും ഉറപ്പുവരുത്തുക. മറ്റുള്ളവർക്ക് അത് നിർബന്ധമല്ല, ഒഴിയപ്പെടുന്ന ആളുകൾക്ക് അത് നിർബന്ധമല്ല. ഇപ്പം ഒരാൾ ആർത്തവ സമയത്തിലുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ട്, അവരെ ഒഴിയാമോ എന്ന് ചോദിച്ചാൽ ഒഴിയാം. പക്ഷേ ആ വ്യക്തി ആയിരിക്കരുത് ഒഴിയുന്നത്. അവർ ഒഴിയപ്പെടാം, പക്ഷേ അവരൊരിക്കലും ഒഴിയാൻ പാടില്ല. ഒഴിയുന്ന ആൾ കുളിച്ച് ശുദ്ധിയായി വന്ന് ഐശ്വര്യമായിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് രാത്രിയിൽ ചെയ്യുക. രാത്രിയിലാണ് ചെയ്യേണ്ടത്. അപ്പം രാത്രിയിൽ ഈ വസ്തുക്കൾ എടുത്ത് ആ വ്യക്തി ശുദ്ധവും വൃത്തി ഉറപ്പുവരുത്തി ബാക്കിയുള്ളവരെല്ലാം തൊടാതെ, അവരെ നിർത്തിക്കൊണ്ട് അവരുടെ ശരീരത്തിലൊന്നും തൊടാതെ ഒന്ന് അവരുടെ മുഖത്തിന് നേരെ, അവരുടെ ശരീരത്തിന് നേരെ ഒഴിയുക. ഒഴിയുമ്പം ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ. ഒത്തിരി തവണയൊന്നും വേണ്ട, ഒറ്റ തവണ മതി. ഒഴിഞ്ഞ് സകല ദോഷ അനർത്ഥ ദുഃഖങ്ങളെയും തീർത്തു തരാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മ ഭദ്രകാളിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടുപോയി അഗ്നിയിലിട്ട് എല്ലാവരെയും ഒഴിയുക. അങ്ങനെ 5 പേരുണ്ട്, ഓരോരുത്തരെയും വിളിച്ചു നിർത്തി അതേ വസ്തു കൊണ്ട് തന്നെ, അതേ നാമം ചൊല്ലിക്കൊണ്ട് തന്നെ ഒഴിഞ്ഞ്, അപ്പോൾ 5 പേരെ ഒഴിഞ്ഞത് കൊണ്ടുവന്ന് അഗ്നിയിൽ സമർപ്പിക്കുക. അതെരിഞ്ഞടങ്ങുന്നതോടെ ദോഷങ്ങൾ തീരും. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പം സകല ദോഷ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഐശ്വര്യമായിട്ടായിരിക്കും പുതുവർഷത്തിലേക്ക് കടക്കുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായി മാറും. പറ്റുന്ന എല്ലാവരും മറക്കാതെ മുടങ്ങാതെ ഇത് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് 7ാമത്തെ കാര്യം. അപ്പോൾ 7 കാര്യം ഞാനിവിടെ പറഞ്ഞു തന്നു. ചിലർക്ക് 7 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, ചിലർക്ക് 7 പറ്റില്ല. ചിലപ്പം 2 എണ്ണേ പറ്റുള്ളൂ, അല്ലെ 3 എണ്ണേ പറ്റുള്ളൂ. മതി, ഏറ്റവും കുറഞ്ഞത് ഒരു 2 എണ്ണമെങ്കിലും ചെയ്യണം. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും. അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. സർവ്വ ദുരിതങ്ങളും ഒഴിഞ്ഞ് പുതുകൊല്ലവർഷം 1202 ഒരു വർഷക്കാലം ഐശ്വര്യ സമൃദ്ധിയുടേതായി തീരുകയും ചെയ്യുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.